പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോയുടെയും തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഫോൺ പേയിൽ എങ്ങനെ ഷോർട്ട് കട്ട് വഴി പേയ്മെന്റ് നടത്താം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അതിന്റെ മുമ്പിലത്തെ വീഡിയോ ഗൂഗിൾ പേയിൽ എങ്ങനെ ഷോർട്ട് കട്ട് വഴി നമുക്ക് ആപ്ലിക്കേഷനിൽ കയറാതെ പേയ്മെന്റ് നടത്താം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത് പേടിഎം എന്ന പണമിടപാട് ആപ്ലിക്കേഷന്റെ ഷോർട്ട് കട്ടാണ്. കാര്യം നമ്മൾ ആപ്ലിക്കേഷനിൽ പ്രവേശിക്കാതെ എങ്ങനെ പേയ്മെന്റ് നടത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. അതെങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എന്തായാലും എപ്പോഴും പറയും പോലെ ഈ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിലും കൂട്ടുകാർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഉപകാരമായി മാറും. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ പേടിഎം ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട്. അത് ഞാൻ ഒന്ന് ലോങ് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും സ്കാൻ ആൻഡ് പേ ഒന്നാമത് കൊടുത്തിട്ടുള്ളത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാനർ വഴി നമുക്ക് പേ ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് സെൻഡ് മണി, നമുക്ക് കൂട്ടുകാർക്ക് നമുക്ക് ആർക്കെങ്കിലും പണം അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത് റീചാർജ് ആൻഡ് പേ ബില്ലുകൾ പേ ചെയ്യാനും റീചാർജ് ചെയ്യാനും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി നമ്മുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ലാസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ബാങ്ക് ബാലൻസ് ഹിസ്റ്ററിയും നമുക്ക് ഇവിടുന്ന് നോക്കാം. ഈ ഓപ്ഷൻ ഇങ്ങനെ കാണുന്ന ഈ 4 ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ ലോങ് പ്രസ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, അതിപ്പോൾ ഇവിടെ വന്നു. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ഞാനിതുപോലെ ലോങ് പ്രസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് ഇതുപോലെ നമുക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആപ്ലിക്കേഷനിൽ കയറാതെ തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് പൈസ അയച്ചു കൊടുക്കാം. ഇതാ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇതുപോലെ. അത് പോയിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് പൈസ അയച്ചു കൊടുക്കാനും ആപ്ലിക്കേഷനിൽ കയറേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ പൈസ അയച്ചു കൊടുക്കാം. ഇതാ ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കാം. അതുപോലെ റീചാർജും എന്തെങ്കിലും ബില്ല് പേ ചെയ്യാനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇതുവഴി ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ചെക്ക് ചെയ്യാനും നമുക്ക് ഇതുവഴി സാധിക്കും. ഇതിപ്പോ കണ്ടില്ലേ, 2 ബാങ്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങൾ എല്ലാത്തിന്റെ ബാലൻസ് ചെക്ക് ചെയ്യാനും ഇതുവഴി ആപ്ലിക്കേഷനിൽ കയറാതെ തന്നെ നമുക്ക് ഇതുവഴി ചെക്ക് ചെയ്യാം. 4 നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഹോം പേജിൽ എളുപ്പത്തിന് എടുക്കാൻ കണക്കിന് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേയ്മെന്റ് നടത്താൻ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഈ 4 കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. എം കെ ചോയ്സ്.